ഒരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ ഒരു ക്യാമറ എടുത്തിട്ട് ഒരുത്തൻ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് അവൻ സ്വന്തമായിട്ട് അവൻ വിളിക്കുന്നത് ഞങ്ങൾ പ്രസ്സാണ് എന്നുള്ളതാണ്, മീഡിയയാണ്. ആൻഡ് ദീസ് പീപ്പിൾ ഇവർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് മഞ്ഞപ്പത്രം എന്ന് പറയും, പാപ്പരാച്ചീസ് എന്ന് പറയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ മാടത്തരുവി കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസുണ്ട്. മാടത്തരുവി കൊലക്കേസ്. ഒരു പള്ളിയിലച്ഛനെ പിന്നെ ശിക്ഷിച്ചു, ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന്. അത് അപ്പീൽ കോടതി അദ്ദേഹത്തിന് വെറുതെ വിട്ടു. പക്ഷെ അദ്ദേഹം കുറേ വർഷം, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കത്തോലിക്ക പുരോഹിതനെ ശിക്ഷിച്ച കേസാണത്. അതായത് ഒരു പെണ്ണ് കേസിൽ. പക്ഷെ ആ മനുഷ്യൻ അങ്ങനൊരു സംഭവം ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അന്വേഷിച്ച പോലീസുകാർ റഫറൻസ് എടുത്തിട്ട് തനിനിറം എന്ന് പറയുന്നൊരു മഞ്ഞപ്പത്രം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴല്ല, ഒരു 10-30 വർഷമൊക്കെ മുമ്പ്. അങ്ങനൊരു പത്രത്തിൽ വന്നാൽ ഇവർ ഈ ഊഹാപോഹങ്ങൾ, ഈ ജംഗ്ഷനിൽ ഇരുന്ന് പറയുന്ന സാധനമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. അവരങ്ങനെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ പോലീസുകാർ, അന്ന് ജയറാം പടിക്കലായിരുന്നു അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അയാൾ എടുക്കുന്ന കേസുകളെല്ലാം തെളിയിക്കണം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നൊരു ഉണ്ടായിരുന്ന ഒരു വൃത്തികെട്ട ഒരു റാസ്കലായിരുന്നു. മനസ്സിലായി? കേരള പോലീസിൻ്റെ ഒരു വലിയ കളങ്കമായിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾ. അതായത് രാജൻ കൊലക്കേസിലും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ ഇയാൾ ഈ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അച്ഛനെ ശിക്ഷിക്കുകയായിരുന്നു, മഞ്ഞപത്രത്തിൻ്റെ ന്യൂസ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മഞ്ഞപത്രങ്ങൾ ഓൺലൈനായി എന്നുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ.